ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത വമ്പൻ തിരിച്ചടി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ വമ്പൻ തിരിച്ചടി ഇപ്പോൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയാണ്. അത് വെറും പാഠപുസ്തകത്തിലല്ല ഉൾപ്പെടുത്തുന്നത്, മദ്രസകളിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം എന്ന തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ. ഓപ്പറേഷൻ സിന്ദൂർ മദ്രസ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് ഉത്തരാഖണ്ഡ് മദ്രസ ബോർഡ് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഈ വീരേതിഹാസമായിട്ടുള്ള കാര്യം മദ്രസയിൽ കുട്ടികൾ പഠിക്കണം എന്നാണ് ഇപ്പോൾ മദ്രസ ബോർഡ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾ ദുഷ്ടരാജ്യമായ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടിയെക്കുറിച്ച് അറിയേണ്ടത് ആവശ്യമാണെന്നാണ് ബോർഡ് ചെയർമാൻ മുഫ്തി ഷാമുൻ ഖാസിമി പറയുന്നത്. ഉത്തരാഖണ്ഡിലെ മദ്രസകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് പാഠ്യപദ്ധതിയിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. മദ്രസകളിലെ വിദ്യാർത്ഥികളിൽ ദേശസ്നേഹം വളർത്തുക എന്നതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്നും പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്ന്, അത് എന്തുകൊണ്ട് ആവശ്യമാണെന്നും ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമെന്നും പഹൽഗാമിലെ നിരായുധരായ സഹോദരങ്ങളെ കൊലപ്പെടുത്തിയവരെ പാഠം പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഞായറാഴ്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ഖാസിമി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉത്തരാഖണ്ഡിലെ മദ്രസകളിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കവുമായി അദ്ദേഹം രംഗത്തെത്തുന്നത്. വലിയ രീതിയിലുള്ള തീരുമാനമാണിത്. വലിയ കയ്യടികളാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് മദ്രസ ബോർഡിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഉത്തരാഖണ്ഡ് ഫേസ് ചെയ്തിരുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം അനധികൃതമായിട്ടുള്ള മദ്രസകളായിരുന്നു. ഈ അനധികൃതമായിട്ടുള്ള മദ്രസകളെ എല്ലാം തന്നെ കൃത്യമായ കണക്കെടുപ്പോടുകൂടി പൂട്ടിക്കെട്ടാൻ അവിടുത്തെ സർക്കാർ മുൻകൈയെടുത്തത് ഇവിടെയുള്ള മദ്രസ ബോർഡ് വലിയ കരഘോഷങ്ങളോടെയാണ് സ്വീകരിച്ചത്. പ്രധാനമായും ഈ അനധികൃത മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളിൽ പല ആൾക്കാർക്കും നമ്മുടെ രാജ്യത്തെ പൗരത്വം ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഉത്തരാഖണ്ഡ് മദ്രസയിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കൂടെ പഠിപ്പിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ രാജ്യം വലിയ കരഘോഷത്തോടെയാണ് ഈ വാർത്ത സ്വീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.